CPIഎമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും LDFിൻ്റെ കൺവീനറുമായ സഖാവ് എ വിജയരാഘവനാണ് ഇന്ന് വ്യൂ പോയിൻ്റിൽ അതിഥി. സ്വാഗതം. കാസർഗോഡ് ഒരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടാകുന്നു. 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല ചെയ്യപ്പെടുന്നു. അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ CPIഎമ്മിൻ്റെ പ്രവർത്തകരാണ്, ഒരാൾ ലോക്കൽ കമ്മിറ്റി അംഗവുമാണ്. ഇത് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ LDFിൻ്റെ ഒരു പ്രചരണ ജാഥ അതിൻ്റെ എല്ലാ ആവേശത്തോടും കൂടി ആരംഭിച്ച ഒരു ഘട്ടത്തിൽ എത്രത്തോളം പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്? നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് നടന്നത്. കൊലപാതകങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കപ്പെടേണ്ടത്. ഇത് പക്ഷേ ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. നമ്മളതിനെ ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കണക്കാക്കി പിന്നെ CPM വിരുദ്ധ രാഷ്ട്രീയക്കാരെല്ലാം അതിൽ ഒരുമിച്ച് നിൽക്കുന്നുണ്ടാവും. CPM വിരുദ്ധ മാധ്യമങ്ങൾ അതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ടാവും. അത് സ്വാഭാവികം. പക്ഷേ ഈ സംഭവം ഏതെങ്കിലും രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായി സംഭവിച്ചല്ല, പ്രാദേശികമായി നിലനിന്ന ഒരു സംഘർഷത്തിലൂടെ രൂപപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പാർട്ടി എന്ന നിലയിൽ ഒരു തീരുമാനം എടുത്തിട്ട് സംഭവിക്കുന്നില്ല. പ്രാദേശിക തർക്കങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, 2 വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം ഉണ്ടായിരുന്നു. അതിൽ ഇടപെട്ട ആളുകൾക്ക് വ്യക്തിപരമായി ഉണ്ടാവുന്ന പ്രയാസം ഉണ്ടായിട്ടുണ്ടാവാം. അതെല്ലാം ചേർന്നാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ നമ്മളതിനെ ന്യായീകരിക്കാൻ പാടില്ല. കാരണം എന്ത് പ്രകോപനം ഉണ്ടായാലും രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലും ക്ഷമയാണ് നമുക്ക് വേണ്ടത്. അത് ഒരു പരിധി വിട്ടുകൊണ്ടുള്ള കായിക കടന്നാക്രമണത്തിലേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് CPM അതിനെ അപലപിച്ചത്. ഒരുപാട് ലക്ഷക്കണക്കിന് അംഗങ്ങളുടെ ഒരു പാർട്ടിയാണ്. ഏതെങ്കിലും 1-2 അംഗങ്ങൾക്ക് സംഭവിക്കുന്ന തകരാറാണെങ്കിൽ പോലും അതിനോട് തീവ്രമായി ഒരു സമീപനമാണ് പാർട്ടി സ്വീകരിച്ചത്. ആ അംഗത്തിന് പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. അതേസമയം ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്തതാണ് ഇത്തരം സംഭവങ്ങൾ എന്നത് സംബന്ധിച്ചുള്ള നല്ല ജാഗ്രത വേണം. ഒരു കാരണവശാലും ഇത്തരക്കാരെ പാർട്ടിക്കകത്തും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ആ കൊല ചെയ്യപ്പെട്ടവരുടെ സാമൂഹ്യ സാഹചര്യവും സാമ്പത്തിക സാഹചര്യവും തീർത്തും ദരിദ്രമാണ്. അതൊക്കെ പുറത്തേക്ക് വരുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഒരു തിരഞ്ഞെടുപ്പ് വിഷയമായി രൂപം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ ദീർഘസമയം CPMനും ഇടതുപക്ഷത്തിനും ചെലവിടേണ്ടി വരും. തെരഞ്ഞെടുപ്പിൽ ഇത് LDFന് പ്രതികൂലമായി ബാധിക്കില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായ സംഭവമാണ്. പാർലമെൻറ്റിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. 5 വർഷത്തെ ഇന്ത്യയുടെ ഭാവിയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ തീവ്ര ഹിന്ദുത്വ ശക്തികളും അവർ പിന്തുണച്ച കോർപ്പറേറ്റുകളും ജനങ്ങൾക്ക് നേരെ നടത്തുന്ന കടന്നാക്രമണങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് എടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയമായ സംഭവമാണ്. ആ തെരഞ്ഞെടുപ്പ് കാസർഗോഡ് ജില്ലയിലെ ഒരു നാട്ടുപുറത്തുണ്ടായ ഒരു സംഘർഷത്തിൻ്റെ ഭാഗമായി 2 ആളുകൾ കൊല്ലപ്പെട്ടു എന്ന വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അതിലേക്ക് കൊണ്ടുവന്ന് അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാനുള്ള പരിശ്രമം കോൺഗ്രസ് നടത്തിയേക്കാം. ചിലപ്പോൾ ഞങ്ങളെ എതിർക്കുന്ന ചില മാധ്യമങ്ങൾ നടത്തിയേക്കാം. അതൊക്കെ അതിനോടുള്ള മറുപടി പറയാം. അപ്പോൾ CPM അക്രമികളാണ് എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ, കോൺഗ്രസ് ഒരു സമാധാന കക്ഷികളാണെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ നമുക്കതിന് മറുപടി വരേണ്ടി വരും. അപ്പോൾ അത് സ്വാഭാവികമല്ലേ. ഇതേ കാസർഗോഡ് ജില്ലയിൽ ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുഴുവൻ സഖാക്കളെയും കൂടി ചുട്ടു ഒന്നാണ്. തിരിച്ചു പറയേണ്ടി വരില്ലേ, ചിമേനി സംഭവങ്ങളൊക്കെ പറയേണ്ടി വരും. അതല്ലല്ലോ, പൊളിറ്റിക്സ് ആണ് നമ്മൾ സ്വാഭാവികമായിട്ടും ഉന്നയിക്കുക തെരഞ്ഞെടുപ്പിൽ. ഈ നിലയിൽ മറുപടി വരും. ഈ ലാർജർ പൊളിറ്റിക്സിൽ, അതായത് രാജ്യം നേരിടുന്ന ഒരു വർഗീയ ഫാസിസ്റ്റ് ഏകാധിപത്യ ചായ്വുള്ളൊരു ഭരണകൂടം അത് തുടരണമോ വേണ്ടയോ എന്ന വലിയ ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ആ ചോദ്യം മുന്നിൽ നിൽക്കെ തന്നെ ഈ വിഷയങ്ങളിലേക്ക് കൂടി കാര്യങ്ങൾ മാറിപ്പോകുന്നൊരു സാഹചര്യത്തിലേക്ക് അല്ലേ ഈ വിഷയം കൊണ്ടെത്തിക്കുക നമ്മൾ? ഇത് യാദൃശ്ചികമായി സംഭവിക്കുന്നത് ആരും തീരുമാനിച്ചതില്ലല്ലോ. ഒരു സംഭവം ഉണ്ടായി, ഒരു അപകടം പോലെയാണ്. ഇറ്റ്സ് ആൻ ആക്സിഡൻറ്റ് ബേസിക്കലി. ഇതിപ്പോൾ ഒരു പ്രദേശത്ത് ഒരു സംഘർഷം ഉണ്ടായിരുന്നു. ഈ കൊല്ലപ്പെട്ട ആളുകൾ ഇതിലെ പ്രതിയായ വ്യക്തിക്ക് നേരെ ആക്രമണം നടത്തിയാണ്. അദ്ദേഹത്തിൻ്റെ വീടിന് തീ കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കൈ വലുതല്ലി പൊട്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതിനോടുള്ള സ്വാഭാവികമായ റിട്ടാലിയേഷൻ, അതിനോട് ഒരു പ്രതികരണമാണ് വന്നത്. അതിൻ്റെ ഒരു ഒറ്റപ്പെട്ട സംഭവമാണത്. ഒറ്റപ്പെട്ടതിനെ സാർവത്രികവൽക്കരിക്കുക എന്നത് ശരിയായ രാഷ്ട്രീയമല്ല. പക്ഷേ UDFന് ഇപ്പോൾ മറ്റേ ഒരു രാഷ്ട്രീയം ഇല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ വിഷയത്തെ അവർ മുന്നോട്ട് വെച്ചേക്കാം. കേരളത്തിലെ ജനങ്ങൾ ആകെ രാഷ്ട്രീയത്തെ നോക്കി കാണും. അത് ഒറ്റപ്പെട്ടൊരു സംഭവത്തിന് ചുറ്റും കേന്ദ്രീകരിച്ചുകൊണ്ടല്ല ജനങ്ങൾ അവരുടെ തീരുമാനമുണ്ട്. പക്ഷേ ഇതിന് ഒരു ഒറ്റപ്പെട്ടത് മാത്രമായിട്ടല്ല മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. അതായത് ഇപ്പോൾ ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് അരിയിൽ ഷുക്കൂർ വധക്കേസിൽ CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ പ്രതി ചേർക്കപ്പെടുന്നത്. CPMൻ്റെ ഒരു MLA കൂടി അതിൽ പ്രതി ചേർക്കപ്പെടുന്നത്. അതിനു മുമ്പ് ഷുഹൈബിൻ്റെ വധമുണ്ടാകുന്നു. ഷുഹൈബ് വധക്കേസിലെ പ്രതികളെ ഞങ്ങൾ സംരക്ഷിക്കില്ല, ഞങ്ങൾ പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് പാർട്ടി തന്നെ അവരെ സംരക്ഷിക്കുകയാണ് എന്ന ആരോപണം വരുന്നു. ഇങ്ങനെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവത്തിൽ നിന്ന് ഒരു പൊതു
സ്വഭാവത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ ഉള്ളൊരു സാഹചര്യം അത് നിലനിൽക്കുന്നില്ലേ? നമ്മളെ പാർട്ടിക്ക് നേരെ നടക്കുന്ന ആക്രമണ പരമ്പരകളുടെ ഒരു പട്ടിക തന്നെ നമുക്ക് എടുത്തു വയ്ക്കാൻ ചെയ്യും നാട്ടിൽ. ഈ ആക്ഷേപത്തിന് വിധേയനാണെന്ന് പറയപ്പെടുന്ന പി ജയരാജന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി കയ്യും കാലും ഒക്കെ വെട്ടിമുറിച്ച് ആക്രമിച്ചല്ലേ. അദ്ദേഹം വളരെ അറിയപ്പെടുന്ന MLA ആയിരുന്ന ഒരാളില്ല. MLA ആയിരുന്ന CPIM നേതാവിനെയാണല്ലോ ആക്രമിച്ചത്. അതുകൊണ്ട് ആ ആക്രമിച്ചൊക്കെ തെറ്റാണെന്ന് ആക്രമിച്ചവർ പറഞ്ഞിട്ടുണ്ട് ഇല്ലല്ലോ. അതിലാരെങ്കിലും പേര് ആക്രമിച്ചൊരു നടപടിയെടുത്തിരുന്നു. P ജയരാജനെ വെടിവെച്ചില്ല. സുധാകരനല്ലേ അതിൻ്റെ സൂത്രധാരനായിട്ട് പ്രവർത്തിച്ച് അദ്ദേഹം ഇപ്പോൾ വലിയ നേതാവായിട്ട് പ്രവർത്തിക്കല്ലേ. നാൽപ്പാടി വാസുവിനെ വെടിവെച്ചെന്ന കേസുമായിട്ട് ബന്ധപ്പെടുത്തി ആരോപണ വിധേയനല്ലേ സുധാകരൻ. ഈ കോൺഗ്രസ് നേതൃത്വത്തിൽ എത്ര പേരാണ് ആരോപണ വിധേയന്മാരായത്? കൊലക്കേസിലെ പ്രതിയായിട്ട് ജയിലിൽ കിടന്നതായിരുന്നു K കരുണാകരൻ. ആര്യാണ് കുഞ്ഞാലി വധക്കേസിലെ 1ാം പ്രതിയായിരുന്നു ആര്യാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ളത് CPIM പ്രവർത്തകരാണ്. അവർ വെറുതെ വീട്ടിൽ പനി പിടിച്ച് മരിച്ചതല്ല, അവർ കൊല്ലപ്പെട്ടവരാണ്. അവരെ കൊന്നത് കോൺഗ്രസ്സുകാരാണ്, BJPക്കാരാണ്, മുസ്ലിം തീവ്രവാദ സംഘടനയുടെ ആളുകളാണ്. അപ്പോൾ അതൊക്കെ നാട് കണ്ടിട്ടുണ്ട്. അതിനെയൊക്കെ ഏറ്റുവാങ്ങിയൊരു പ്രസ്ഥാനമാണ് CPIM. അതുകൊണ്ട് CPIMനെ അക്രമകാരികളുടെ പാർട്ടിയാണ് എന്ന് അധിക്ഷേപിക്കാൻ എത്ര ബോധപൂർവമായ പരിശ്രമം നടത്തിയാലും കേരളം അത് അംഗീകരിക്കില്ല. ഇപ്പോൾ പ്രതിപട്ടികയിലുള്ള 7 പേരും CPM പ്രവർത്തകരാണ്. ഇത്തരം ആളുകൾ CPMൻ്റെ ഒരു മെമ്പർഷിപ്പ് അല്ലെങ്കിൽ അംഗത്വം കിട്ടുന്നതിന് ഭരണഘടന അനുശാസിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ടും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ മടിക്കാത്ത ആളുകൾ ഈ സംഘടനയിലേക്ക് വരുന്നു എന്നത് സംഘടനാപരമായി തന്നെ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമല്ലേ? ഇതൊരു വ്യക്തി എടുക്കുന്ന തീരുമാനമാണ്, പാർട്ടി എടുക്കുന്ന തീരുമാനമല്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു വ്യക്തി ഒരു തീരുമാനം എടുത്തിട്ടാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അയാളെ ചിലർ സഹായിച്ചു. അവരെല്ലാവരും CPM അംഗങ്ങളല്ല, എല്ലാവരും അനുഭാവികളാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഏതാനും ആളുകളെ തീരുമാനമെടുത്ത് എങ്ങനെയാണ്? അവിടെ കുറച്ച് സംഘർഷം ഉണ്ടായിട്ടുണ്ടേ. കൈയും കാലും ഒക്കെ തല്ലി ഒടിച്ചിട്ടുണ്ട്. അപ്പോൾ കൈയും കാലും ഒക്കെ തല്ലി ഒടിക്കപ്പെട്ടവർ അതിന് പോലീസാണ് നടപടി എടുക്കേണ്ടത്. അല്ല നമ്മൾ പോയിട്ട് കൈയും കാലും ഒടിക്കപ്പെട്ടതുകൊണ്ട് മറ്റൊരു കൊല്ലുക എന്നുള്ള നിലപാട് നമ്മളതിന് സ്വീകരിക്കാൻ പാടില്ല. പക്ഷെ അപൂർവ സന്ദർഭങ്ങളിൽ ചിലരങ്ങനെ തീരുമാനിച്ചേക്കാം. അതിന് ന്യായീകരിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ CPIM ചെയ്തത്. CPIM ഒരിക്കലും എല്ലാ കാര്യത്തിലും CPIMന് ഒരു കൃത്യമായ നിലപാടുകളുണ്ട്. അതിപ്പോൾ ആക്രമിക്കപ്പെട്ടാൽ പോലും തിരിച്ചടിക്കാൻ സംബന്ധിച്ചും കൃത്യമായ ധാരണ പാർട്ടിക്ക്. നമ്മളൊരിക്കലും ഒരു സമൂഹത്തിലെ ബഹുജനങ്ങൾക്ക് പാർട്ടിയെക്കുറിച്ച് മതിപ്പ് കുറയ്ക്കുന്ന തരത്തിൽ പ്രതികരിക്കാൻ പാടില്ല എന്ന കൃത്യമായ നിഷ്കർഷയാണ് CPIM നൽകിയിട്ടുള്ളത് ഏത് വിഷയത്തിലെ. അപ്പോൾ ആ നിഷ്കർഷയ്ക്ക് പുറത്ത് പ്രവർത്തിച്ചാൽ നടപടിയെടുക്കുക. എത്രയോ ആളുകളുടെ പേരിൽ പാർട്ടി ഇങ്ങനെ പ്രവർത്തിക്കുന്നതിൻ്റെ പേരിൽ നടപടിയെടുത്തിട്ടുണ്ട്. പാർട്ടി തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ തരത്തിൽ ഇടപെടുമ്പോൾ നമ്മളെ നടപടിയെടുക്കുകയും ചെയ്യും. അതാണ് CPIMൻ്റെ പ്രത്യേകത. എത്രയോ പ്രധാനപ്പെട്ട നേതാക്കളെ സാധാരണഗതിയിൽ നമ്മൾ കോടതിയിൽ പോയി വെറുതെ വിടുന്ന കേസാവാം. പക്ഷേ പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങൾ എല്ലാ കാലത്തും വലിയ കാർക്കശ്യത്തോടു കൂടി തന്നെയാണ് നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടിട്ടുള്ളത്. ഈ വിഷയത്തിലും വിഷയമുണ്ടായപ്പോൾ നമ്മൾ എന്നെ തള്ളിപ്പറയുകയും ആ വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പാർട്ടി എന്ന നിലയിൽ നൽകുന്ന പരിശീലനത്തിൻ്റെ പ്രശ്നമല്ല ഇത്. നിങ്ങൾക്ക് വ്യക്തി എന്നുള്ള നിലയിൽ ചിലപ്പോൾ സംഭവിക്കാനിടയുള്ള ചില അപജയങ്ങളാണ്. ആ അപജയത്തെ പാർട്ടിയുടെ മേലെ കെട്ടിവെക്കേണ്ടതില്ല. ആ അപജയം വ്യക്തിയുടെ തന്നെയാണ്. പാർട്ടിയുടെ അപജയം ഉണ്ടെങ്കിൽ ഞാനത് പാർട്ടിയുടെ മേൽ കെട്ടിവെക്കുകയല്ല. ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളെ, ആ വ്യക്തികൾ എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു? ഇപ്പോൾ ഈ പെരിയയിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ അവിടെ ഒരു ക്വാറി മുതലാളിയും കുറച്ചുകൂടെ സാമ്പത്തിക ശേഷിയുള്ള വേറൊരാളും, ഇവരുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ കൂടി ഈ വ്യക്തിപരമായ വൈരാഗ്യത്തിന് കാരണമായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഈ പറയുന്ന ക്വാറി, അവിടെ 10-20 ക്വാറികളുള്ള ഒരാൾ, സമ്പദ് സ്ഥിതിയിൽ വളരെയധികം മുന്നാക്കം നിൽക്കുന്ന ഒരാൾ, അത്തരം ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ ഇതൊക്കെ വളർന്നു വരുന്നുണ്ട്. ഈ വളർച്ചയൊക്കെ ഒരുപക്ഷെ ഇത്തരം അപജയങ്ങൾ, വ്യക്തികളുടെ അപജയങ്ങൾക്കൊക്കെ കാരണമാകുന്നില്ലേ? ഇതൊക്കെ പക്ഷേ അറിയേണ്ടത് പാർട്ടിയാണല്ലോ. പാർട്ടി സംവിധാനത്തിൽ അതിനൊക്കെ മെക്കാനിസം ഉണ്ട് ഇതറിയാനൊക്കെ. പക്ഷെ അത് അറിയുകയോ തിരുത്തപ്പെടുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് കൂടിയല്ലേ ഇങ്ങനെയുള്ള അപജയങ്ങൾ സംഭവിക്കുന്നത്. കോറി വ്യവസായം എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ നടത്തുന്ന ആരാ? അത് കേരളത്തിലെ UDF നേതൃനിര, കോൺഗ്രസിലും മുസ്ലിം ലീഗ് വലിയ നിരയിൽ കേരളത്തിലെ കോറി വ്യവസായത്തിൻ്റെ കൊള്ള സംഘാംഗങ്ങൾ മാത്രമല്ല നേതാക്കളാണ്. ഞങ്ങളാരും അതിലില്ല. ഞങ്ങളെ കൂട്ടത്തിലാരും ആ കച്ചവടത്തിലും ഇല്ല, അതിൻ്റെ അനുബന്ധ കാര്യങ്ങളിലും ഇല്ല. അതുകൊണ്ട് അതൊന്നും ഞങ്ങളെ നേരെ ഇങ്ങോട്ട് തന്നേക്കരുത്.
ഈ വിഷയത്തിലത് പോലീസിൻ്റെ റിപ്പോർട്ടാണ്. അതായത് ഈ കൊലയിലേക്ക് ഒരു നയിച്ച സാമ്പത്തിക സ്രോതസ് ഏതാണ് എന്ന് അന്വേഷിക്കേണ്ടതുണ്ടെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഈ ക്വാറി മുതലാളിമാരിലേക്കും മറ്റുമാണ്. പ്രാദേശിക തലത്തിൽ ഇത്തരം ബന്ധങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ തടയുക, അല്ലെങ്കിൽ അതങ്ങനെയല്ല പാർട്ടി പ്രവർത്തിക്കേണ്ടത്, പാർട്ടി പ്രവർത്തനം അങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത് എന്ന് സംഘടനാപരമായി തന്നെ തിരുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം, അതൊക്കെ ചില ഘട്ടങ്ങളിലെങ്കിലും ഇല്ലാതായി പോകുന്നതിൻ്റെ ബാക്കിയല്ലേ ഇത്തരം പ്രശ്നങ്ങൾ? CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അംഗങ്ങൾ രണ്ട് തരം കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്. ഒന്ന്, പാർട്ടിയുടെ അതാത് കാലത്തെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമായി ഭാഗമാക്കാവുക, അതിൻ്റെ ബാക്കി കാര്യങ്ങളിലായിട്ട് പങ്കെടുത്തും. രണ്ട്, ഒരു CPIഎം അംഗം വ്യക്തിപരമായ ജീവിതത്തിൽ പുലർത്തേണ്ട മാന്യതകളെയും മര്യാദകളെയും സംബന്ധിച്ച് വളരെ കൃത്യമായ പരിശോധന നടത്തുന്ന ഒരു പാർട്ടിയാണ് CPIഎം. അതിൽ തന്നെ നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകളെ സംബന്ധിച്ചും പാർട്ടി കൃത്യമായി പരിശോധിക്കും. എല്ലാ തട്ടിലുമുള്ള CPIഎം പ്രവർത്തകരുടെ വ്യക്തി ജീവിതത്തിൽ തെറ്റായ പ്രവണതകളിലേക്ക് പോകാതിരിക്കാനുള്ള ജാഗ്രതയും പരിശോധനയും പാർട്ടി യഥാസമയം നടത്തിപ്പോരുന്നതാണ്. ഏതെങ്കിലും ഒരാൾ അതിന് വ്യതിചലിച്ച് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് കൃത്യമായി പരിശോധിക്കുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് പാർട്ടി നിലപാട്. ഈ കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് പാർട്ടി അതിനെ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഷുഹൈബ് വധക്കേസിലും നടപടി ഉണ്ടായി, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അതുപോലെ ഇപ്പോൾ പീതാംബരനെ പുറത്താക്കുന്നു, മുമ്പും പുറത്താക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ശേഷവും ഇത്തരം പ്രവർത്തികൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത് CPഎമ്മിന് തിരുത്താനാവാത്തൊരു സംഗതിയായി മാറിക്കൊണ്ടിരിക്കുന്നുവോ എന്ന സംശയം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒന്ന് ആലോചിച്ച് നോക്കുക, 20 രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ട് 16 കേസിലും പ്രതിപ്പട്ടികയിൽ CPM പ്രവർത്തകരുണ്ടാകുന്നൊരു സാഹചര്യമുണ്ട് എന്നത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അതൊരു വ്യാജ കണക്കാണ്. അത് പത്രക്കാർ അവരുടെ സൗകര്യത്തിനുണ്ടാക്കിയ ഏതോ ഒരു പത്രം, നമുക്കെതിരായിട്ട് സ്ഥിരമായിട്ട് എഴുതുന്നൊരു പത്രം എഴുതിണ്ടാക്കിയൊരു കണക്കാത്. ഏതെങ്കിലും പോലീസ് നിയമസഭയിൽ അങ്ങനെ മറുപടി ഉണ്ടോ? കഴിഞ്ഞ ഒരു 5 കൊല്ലത്തെ കണക്കെടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തകർ കൊല്ലപ്പെട്ടിരിക്കുന്നത് CPIഎം പ്രവർത്തകരാണ്. സമൂഹത്തിൽ ഒറ്റപ്പെട്ട ചില തകരാറ് സംഭവിക്കും, അങ്ങനെയല്ല സമൂഹം. അതിലിപ്പോൾ ഒരു CPM പ്രവർത്തകൻ അതിൽപ്പെട്ടുപോയി, അവിടെ എല്ലാ CPM രാവിലെ മുതൽ ഇങ്ങനെയാണ്. അല്ല, അങ്ങനെ ഒരു പൊതുവൽക്കരണം ഉദ്ദേശിക്കുന്നേ ഇല്ല. ഇതിങ്ങനെ ആവർത്തിക്കപ്പെടുമ്പോൾ അതൊരു സ്വാഭാവികമായ ചോദ്യമാണ്. ഇപ്പോൾ പാർട്ടി സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച ചട്ടങ്ങളെക്കുറിച്ച് കോടിയേരി ബാലകൃഷ്ണൻ സൂചിപ്പിക്കേണ്ടായി. പാർട്ടി പ്ലീനം തിരുത്തൽ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ഇതൊക്കെ ആയിട്ടും മറ്റുള്ളതൊക്കെ വിടാം നമുക്ക്. കൊലപാതകങ്ങൾ ആവർത്തിക്കപ്പെടുന്നു, അതിൽ CPM പ്രവർത്തകർ പ്രതിസ്ഥാനത്ത് വരുന്നു എന്നത് പാർട്ടിയെ അലോസരപ്പെടുത്തേണ്ട ഒരു കാര്യമല്ലേ എന്നതാണ് എൻ്റെ ചോദ്യം. ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന ഒരു പാർട്ടിയാണ് CPIഎം. എല്ലാ തലത്തിലുള്ള ആക്രമണങ്ങളും ഞങ്ങൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഗവൺമെൻറ് ഉള്ളതുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള അതിക്രമം അത്ര ഉണ്ടാവില്ല. ബാക്കിയല്ലെങ്കിൽ ഞങ്ങൾക്ക് ഗുണ്ടകളുടെ ആക്രമണം ഉണ്ടാവാം, രാഷ്ട്രീയ എതിരാളികളുടെ ആക്രമണം ഉണ്ടാവാം. അവരെല്ലാം കൈകോർത്ത് പിടിച്ച് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടും നമ്മളെ ആക്രമിക്കുന്നതായിരുന്നു അനുഭവം. അതൊക്കെ സാധാരണയായിട്ടുണ്ടാവും. ഞങ്ങൾ അതിനെ നേരിടുകയാണ് ചെയ്യുക. അതിലൊന്നും മറ്റൊരു തരത്തിൽ കാണേണ്ടതില്ല. CPIഎം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയാണ്. അവരുടെ ദൈനംദിന ജീവിത പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും സംഘടിപ്പിക്കലും ബഹുജന പ്രസ്ഥാനങ്ങൾ സംഘടിപ്പിക്കലുമാണ് CPIഎമ്മിൻ്റെ പ്രവർത്തനം. അതിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളും സമൂഹത്തിലെ സമ്പന്ന താല്പര്യക്കാരും ഞങ്ങളെ കടന്നാക്രമിക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് CPIഎം പ്രവർത്തകരാണ് കേരളത്തിൽ. ഈ പ്രകോപനപരമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ ഈ കൊലപാതകത്തിന് മുമ്പ് നടന്നത് പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ അടിച്ചാൽ തിരിച്ചടിക്കും, പാടത്ത് പണിതാൽ വരമ്പത്ത് കൂലി കൊടുക്കും എന്നൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. ഇതൊന്നും അക്രമം നടത്താൻ ആഹ്വാനം ചെയ്യുന്നതല്ല എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഈ ചോദിക്കുന്നത്. പക്ഷേ ഇത്തരം പ്രയോഗങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതല്ലേ? അതൊരു പരിധിയിൽ വിട്ടാൽ അക്രമോത്സുകത ഉൽപ്പാദിപ്പിക്കില്ല. സ്വാഭാവികമായിട്ടും നമ്മളൊരു അടിയേറ്റ് തളർന്ന് കിടക്കുമ്പോൾ ഒരു പ്രസംഗം നടത്തും. പ്രസംഗത്തിൽ നമ്മൾ ഒരു ആത്മവിശ്വാസമാണ് പ്രസംഗം എന്ന് പറയുന്നത്. ഇതിനെ നേരിടും, അങ്ങനെ പ്രസംഗിക്കാവൂ, അങ്ങനെ പ്രസംഗിക്കും. ഒരു ഇൻഡിവിജ്വൽ കേന്ദ്രീകരിച്ചിട്ടല്ല പറയുന്നത്. നമ്മളത് പറയുന്നത് എന്താ, ഒരു പ്രവണതയെ എതിർക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഒരു അടിച്ചാൽ തിരിച്ചടിക്കുക എന്നുള്ളതല്ല, ഒരു പ്രവണതയെ എതിർക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ ആക്രമിക്കുന്നു എന്ന പ്രവണതയുടെ മുന്നിൽ ആ അക്രമോത്സുകതയോടാണ് നമ്മൾ പ്രതിപ്രവർത്തിക്കുകയാണ് പ്രസംഗം. അത് സ്വാഭാവികമാണ്. ഞങ്ങളെ നിരന്തരമായി ആക്രമിക്കപ്പെടുകയും ഞങ്ങൾ അക്രമം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ ആ പ്രവണതയെ പ്രതിരോധിക്കും
എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത് പറയുക തന്നെ ചെയ്യും. ഈ ആക്രമണം നടത്തിയ ആളുടെ കൈ വെട്ടിയതിന് ശേഷമേ ഇനി അടുത്ത നടപടിയുള്ളൂ എന്നൊരാൾ പ്രസംഗിക്കുമ്പോൾ ഇത്തരം ആളുകൾ ചിതയിൽ വയ്ക്കാൻ പോലും ബാക്കിയില്ലാത്ത വിധം ചിതറിക്കപ്പെടും എന്ന് പ്രസംഗിക്കുമ്പോൾ അത് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഉണ്ടാക്കുന്നൊരു വികാരമുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ഒരു പ്രസംഗത്തെ ഒരു വാചകം കൊണ്ട് വ്യാഖ്യാനിക്കരുത്. ഒരു പ്രസംഗത്തിൻ്റെ ആകത്തുകയിലെ വ്യാഖ്യാനിക്കും. നിങ്ങൾ പത്രക്കാരുടെ കുഴപ്പം എന്താ വെച്ചാൽ മുഴുവൻ കേൾക്കൂല, നിങ്ങൾക്ക് ആവശ്യമില്ലാതെ മാത്രമേ കേൾക്കുള്ളൂ. അത് സ്വാഭാവികമാണ്. അല്ല, ഈ പ്രസംഗം ഇത് അങ്ങനെ കേട്ടിട്ടല്ല. VPP മുസ്തഫയുടെ പ്രസംഗം മുഴുവൻ കേട്ടതിന് ശേഷമാണ്. VPP മുസ്തഫ കൃത്യമായി പറയുന്നുണ്ട്, അതായത് പീതാംബരനെയും സുരേന്ദ്രനെയും ആക്രമിച്ചതിന് ശേഷം നടത്തുന്ന പ്രസംഗത്തിൽ അതുവരെയുള്ളത് ഞങ്ങൾ ക്ഷമിക്കുന്നു എന്നാണ് VPP മുസ്തഫ പറയുന്നത്. ഒരു തർക്കവുമില്ല. അതിനുശേഷമാണ് ഇതൊക്കെ പറയുന്നത്. ഇത് ഇനിയും തുടർന്നാൽ എന്നുള്ളതാണ് VPP മുസ്തഫയുടെ വാക്ക്. അതെ, പക്ഷേ അവിടെ പോലും ഈ ഭീഷണിയുടെ സ്വരം അത് ഒഴിവാക്കാൻ, അത് ഭീഷണിയല്ല, അത് ഞാൻ പറഞ്ഞ ഒരു ട്രെൻഡിനെയാണ് എതിർക്കുന്നത്. അതായത് ഈ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനെ ക്ഷമിച്ചു എന്ന് പറഞ്ഞല്ലോ, അതൊരു മര്യാദയാണല്ലോ. അല്ല, ഇത് ഈ അണികളിൽ ഉണ്ടാക്കുന്നൊരു ആവേശം അത് അക്രമത്തിന് വഴിമരുന്നിടാനുള്ള സാധ്യത. എത്ര പ്രസംഗം നാട്ടിൽ നടന്നുകൂടെ? നമ്മുടെ അടുത്ത് പ്രസംഗത്തിൻ്റെ അളവ് വല്ലതും ഉണ്ട്. ആ പ്രസംഗത്തിൻ്റെ അളവിനനുസരിച്ച് വല്ല അക്രമം കേരളത്തിൽ നടക്കുന്നുണ്ട്? അതൊന്നുമില്ല. വളരെ മോശം, വളരെ തീവ്രമായിട്ട് നമ്മൾ പ്രസംഗിച്ചാൽ നമ്മളത് പാർട്ടി ചർച്ച ചെയ്യും. അത്രത്തോളം തീവ്രമായി നമ്മൾ സംസാരിക്കരുത്. അങ്ങനെയാണ് പാർട്ടി രീതി. ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്തതിന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ ഹൈക്കോടതിയിൽ വിളിച്ചു വരുത്തുന്നു. അതായത് ഹർത്താൽ നടത്തിയാൽ ആഹ്വാനം ചെയ്തവൻ്റെ മേൽ സകല ഇതിനും ഉത്തരവാദി അയാളായിരിക്കണം എന്ന് പറയുന്ന കോടതി, ആ കോടതിയുടെ നിലപാടിനെ, കോടതി ഉത്തരവുകളെ സധൈര്യം ചോദ്യം ചെയ്ത് പൊതുനിരത്തിൽ സമരം ചെയ്യാൻ അവകാശമുണ്ട് എന്ന് വാദിച്ചൊരു പാർട്ടി, ഇത്തരം നിലപാടുകളോട് അങ്ങനെ ഒരു പാർട്ടിക്ക് യോജിക്കാൻ സാധിക്കും? ഒരു വിഷയത്തിൽ ഒരു സമൻസ് അയച്ച് അദ്ദേഹം അവിടെ ഹാജരായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൽ കോടതി എടുക്കുന്ന തീരുമാനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ജനവിരുദ്ധമായൊരു കാര്യം അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലെ ജനവിരുദ്ധതയെ തന്നെയാണ് നമ്മൾ ചൂണ്ടിക്കുന്നത്. നമുക്ക് തെരഞ്ഞെടുപ്പിലേക്ക് വരാം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിച്ചിരിക്കുന്നു. LDFൻ്റെ സീറ്റ് വിഭജനം അത് ഏതാണ്ട് പൂർത്തിയായോ? LDFൻ്റെ സീറ്റ് വിഭജനത്തിൻ്റെ പ്രക്രിയയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ അത് പൂർത്തീകരിക്കാൻ കഴിയും. ഈ CPI കഴിഞ്ഞ തവണ മത്സരിച്ച 4 സീറ്റിൽ അതേ 4 സീറ്റുകളിൽ തന്നെ ആയിരിക്കും അവർ മത്സരിക്കുക. സാധാരണഗതിയിൽ പെട്ടെന്നൊരു മാറ്റം വരുത്താറില്ല. പിന്നെ കൂടിയാലോചനകളിൽ എന്ത് സംഭവിക്കാം, അതിപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പൊതുവേ നമ്മളങ്ങനെ തന്നെയാണ് ചർച്ചകൾ നടത്തി ഒരു തീരുമാനത്തിലെത്താറാണ് പതിവ്. അല്ല, ചോദിക്കാനുള്ള കാര്യം, ഇപ്പോൾ കഴിഞ്ഞ പൊന്നാനി ദീർഘകാലമായി CPM മത്സരിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമായിരുന്നു. അത് CPM ഒരു പൊതുസ്വതന്ത്രനെ മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്തു, വയനാട് പകരം കൊടുത്തുകൊണ്ട്. പൊന്നാനിയിൽ പക്ഷേ അതിനുശേഷമുണ്ടായൊരു സാഹചര്യം, ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ET മുഹമ്മദ് ബഷീർ അത്ര മികച്ചൊരു വിജയമായിരുന്നില്ല ET മുഹമ്മദ് ബഷീറിന് നേടാൻ സാധിച്ചത്. അങ്ങനെ മത്സരിക്കാൻ പാകത്തിലേക്ക് ആ സീറ്റിനെ മാറ്റാൻ ആ ഏറ്റെടുക്കലിലൂടെ സാധിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. കാരണം ഇപ്പോൾ തിരുവനന്തപുരം ഏറ്റെടുത്താൽ കൊള്ളാം എന്ന് CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഒക്കെ പറഞ്ഞിരുന്നു. അല്ല, നമുക്കിപ്പോൾ CPM എന്നുള്ള നിലയിൽ ഏറ്റെടുത്താൽ കൊള്ളാമെന്ന് നമുക്ക് പറയാം, അത് തെറ്റില്ല, പക്ഷെ കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷേ നമ്മളൊരു തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനം എന്നത് പൊതുവെ മുന്നണിക്കകത്ത് പരമാവധി വിജയം ഉറപ്പാക്കത്തക്ക രൂപത്തിലാണ് നമ്മളത് തയ്യാറാക്കുക. JDS കഴിഞ്ഞ തവണ കോട്ടയം മത്സരിച്ചതാണ്. ഇത്തവണ JDSന് കോട്ടയം കൊടുക്കാൻ സാധിക്കില്ല എന്നൊരവസ്ഥ ഉണ്ടെന്ന് തോന്നുന്നു. ആ ഭാഗം ചർച്ച ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ JDSനാണ് മത്സരിച്ചത്. ഇത്തവണയൊക്കെ നമ്മൾ നോക്കുന്നത് വെച്ചാൽ വിജയസാധ്യത എങ്ങനെയാണ് എന്നുകൂടി നോക്കി മുന്നണിയിലെ ഘടകകക്ഷികളെല്ലാം ഇരുന്ന് വളരെ അവധാനതയോടുകൂടി പരമാവധി സീറ്റുകളിൽ വിജയിക്കുക. ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു ഇടതുപക്ഷ സാന്നിധ്യം വർദ്ധിപ്പിക്കുക എന്നത് മർമ്മപ്രധാനമായ ഒരു കാര്യമാണ്. വിശേഷിച്ച് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും ബൂർഷ്വ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ, സമ്പന്ന താല്പര്യങ്ങളുള്ള പാർട്ടികൾ തമ്മിൽ ഒരു ഐക്യമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ജനങ്ങളുടെ വിഷയം പറയാൻ പാർലമെൻറ്റിൽ കൂടുതൽ ഇടതുപക്ഷക്കാരുണ്ടാവണം, അല്ലെങ്കിൽ ആരും പറയില്ല. കൂടുതൽ ഘടകകക്ഷികൾ ഇടതുമുന്നണിയിലേക്ക് വന്നു. വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി വന്നു, INL വന്നു. അവരെല്ലാവരും സ്വാഭാവികമായും സീറ്റ് ചോദിക്കും. അപ്പോൾ കൂടുതൽ ഏതെങ്കിലും ഘടകകക്ഷികൾക്കൊക്കെ കൂടുതൽ സീറ്റ് കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യമില്ലേ? അല്ല, ഘടകകക്ഷികൾ വർദ്ധിച്ചിട്ടുണ്ട്, പാർലമെൻറ്റ് സീറ്റ് വർദ്ധിച്ചിട്ടില്ല. സീറ്റ് വിഭജനം പൂർത്തീകരിക്കാൻ കഴിയുന്നു. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടിട്ട് തന്നെയാണ് അക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഞാനൊരു അക്കാര്യം ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, വീരേന്ദ്രകുമാർ ഇടതുപക്ഷത്തിൽ നിന്ന് UDFിലേക്ക് പോകുന്നൊരു സാഹചര്യം, അതൊരു ലോക്സഭാ സീറ്റിനുമായി ബന്ധപ്പെട്ട തർക്കത്തിൻ്റെ സാഹചര്യത്തിലാണ്. സ്വാഭാവികമായിട്ടും അവർ തിരിച്ചു വരുമ്പോൾ അവർക്കതിലൊരു ക്ലെയിം ഉണ്ടാവും. ചരിത്രം ഒരേമാതിരി തന്നെ ആവർത്തിക്കില്ല എന്നാണ് ബുദ്ധിയുള്ള ആൾക്കാർ പറയുന്നത്. ഇന്നത്തെ ഞാൻ ആദ്യം പറഞ്ഞ രാഷ്ട്രീയ സാഹചര്യത്തിന് അനുഗുണമായ രൂപത്തിലുള്ള തീരുമാനങ്ങളാണ് സീറ്റും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും മുന്നണി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പോകും. ഈ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ
എൻ എസ് എസ് നേതൃത്വവുമായി ഒരു അനുരഞ്ജനത്തിന് CPM മുൻകൈ എടുക്കുന്നുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ NSS നേതൃത്വവുമായി ഒരു അനുരഞ്ജനത്തിന് ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായ നിലപാടിൽ നിന്നൊക്കെ മാറ്റമല്ലേ? ഒരിക്കലും ഞങ്ങൾ NSS ഒരു അനുരഞ്ജനം നടത്തിയിട്ടില്ല. NSS ഒരു സാമുദായിക സംഘടനയാണ്. അപ്പോൾ അവർ നമുക്കെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടാവും. ആ നിലപാടിലെ വിമർശനപരമായ കാര്യങ്ങളെ വിമർശിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ നിലപാട്. എന്നാൽ ഞങ്ങളുടെ മുഖ്യ ശത്രു NSS ആണ്. അത് പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ മുഖ്യ ശത്രുവിനേക്കാൾ വലുത് എത്രയും നമ്മൾ നാട്ടിൽ കിടക്കുക. അവർ സാമുദായിക സംഘടനാ പത്രം ചെറിയ വൃത്തത്തിലാണ് അത് പ്രവർത്തിച്ചു പോവുക. NSSുമായി ആശയ സംവാദങ്ങൾ വേണ്ടി വരും. അത് സ്വാഭാവികമാണ്. കാരണം NSS ചിലപ്പോൾ അവരുടെ ചില നിലപാടുകൾ പുരോഗമനപരമല്ലെങ്കിൽ ആശയ സംവാദം നടത്തും. അത് സമൂഹ താല്പര്യത്തിന് ഉതകുന്ന തരത്തിലാണ്. അത് വോട്ട് രാഷ്ട്രീയമല്ല. നമ്മുടെ സമൂഹത്തിന് വളരെ ഊർജ്ജസ്വലമായ പുരോഗമന ആഭിമുഖ്യം ഉണ്ടാവണം. അത് പ്രതിലോമ വഴിയിലേക്ക് വഴിതെറ്റിപ്പോകാൻ പാടില്ല. അത്തരം വഴിയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ ജാതി സംഘടനകൾ ശ്രമിച്ചാലും മതസംഘടനകൾ ശ്രമിച്ചാലും മറ്റാരെങ്കിലും ശ്രമിച്ചാലും അതിനോട് വിമർശനപരമായ സമീപനമാണ് ഞങ്ങൾ മുമ്പ് സ്വീകരിച്ചിട്ടുള്ളത്. ആ സമയം തന്നെയാണ് ഇപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. അല്ല, അത്തരമൊരു സാഹചര്യം ഇപ്പോൾ ഇവിടെ ഉണ്ടായല്ലോ. ഇപ്പോൾ ശബരിമലയിലെ യുവതീ പ്രവേശ വിധി വന്ന സാഹചര്യത്തിൽ NSS എടുത്തത് തികച്ചും പ്രതിലോമകരമായ നിലപാടായിരുന്നു എന്നതിൽ ആർക്കും തർക്കം ഉണ്ടാവാനിടയില്ല. സംഘപരിവാർ അജണ്ടയ്ക്ക് ഒപ്പിച്ചു നിന്നുകൊണ്ട് അയ്യപ്പ ജ്യോതി തെളിയിച്ചപ്പോൾ അതേ സമയത്ത് മന്നം സമാധിയിൽ വന്ന് വിളക്ക് കൊളുത്താൻ തയ്യാറായ NSS ജനറൽ സെക്രട്ടറിയുമായി ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് സംസാരമാകാം എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ അത് തെരഞ്ഞെടുപ്പിലാക്കാക്കി അല്ലെങ്കിൽ പിന്നെ എന്തിലാക്കാക്കിയ? ജാതി സംഘടനകളോട് നമുക്കൊരു സമീപനമുണ്ട്. ആ പൊതു സമീപനമാണ് CPM സെക്രട്ടറി പറയുന്നത്. ഞങ്ങളുടെ മുഖ്യ ശത്രു ജാതി സംഘടനകളല്ല. എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഏത് ജാതി സംഘടനയോട് നമുക്ക് സംസാരിക്കാം. അതിൽ തെറ്റൊന്നുമില്ല. ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെടുത്തിയ നിലപാടുകളിൽ NSS സ്വീകരിക്കുന്ന നിലപാടിനെ CPM ഒരിക്കലും പിന്തുണയ്ക്കാൻ കഴിയില്ല. ആ നിലപാടിൽ വെള്ളം ചേർക്കാതെയുള്ളൊരു സംഭാഷണം NSSുമായിട്ടാകാം. NSS തയ്യാറാണെങ്കിൽ ആകാം, അത്രയേ ഉള്ളൂ. അവരോട് ആരോടും എപ്പോഴും നമുക്ക് സംസാരിക്കാം. അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം തന്നെ. വേറൊരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അവരുടെ വോട്ട് ശതമാനത്തിൽ വർധനമുണ്ടാക്കി. ഈ വർധനവിൽ വലിയൊരു ശതമാനം UDF പക്ഷത്തു നിന്ന് പോയതാണ് എന്ന് വ്യാഖ്യാനങ്ങളുണ്ടായി. ഏറെക്കുറെ ആ വ്യാഖ്യാനങ്ങളെ ശരിവയ്ക്കുന്ന വിധത്തിലാണ് ചില മണ്ഡലങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുക. ഈ ശബരിമലയ്ക്ക് ശേഷം ഇടതുപക്ഷത്തുനിന്നുകൂടി കുറേ വോട്ടുകൾ BJPയുടെ പക്ഷത്തേക്ക് പോകും എന്നൊരു ആശങ്കയുണ്ട്. ആ ആശങ്ക ഞങ്ങൾക്കില്ല. കാരണം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ്. ശബരിമലയിലേക്കുള്ളതല്ല, 18-ാം പടിയിലേക്കുള്ളതല്ല തിരഞ്ഞെടുപ്പ്. അത് പാർലമെൻറ്റിലേക്കാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ചില സവിശേഷമായ രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. ആ രാഷ്ട്രീയ വിഷയങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുക. എന്നാൽ ഈ രാഷ്ട്രീയേതര വിഷയങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. അത് നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ രീതിയാണിത്. തീവ്ര വൈകാരികതയെ വളർത്തും, തീവ്ര വിശ്വാസത്തെ മുന്നോട്ട് വെക്കും. പ്രത്യേകിച്ച് RSS അധികാരത്തിൽ വന്നതിന് ശേഷം തീവ്ര ഹിന്ദുത്വത്തിന് രാജ്യം പിടിക്കാൻ കഴിഞ്ഞു എന്ന അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തരം പ്രവർത്തന സാധ്യതകൾ വളരെ കൂടുതലുണ്ട്. പക്ഷേ അനുഭവം ജനങ്ങളുടെ മുന്നിലുണ്ട്. തീവ്ര ഹിന്ദുത്വം നിങ്ങൾക്ക് എന്ത് നൽകി? തീവ്ര വർഗീയത നിങ്ങൾക്ക് എന്ത് നൽകി? ഈ ഒരു വൈകാരികതയ്ക്ക് കീഴ്പ്പെട്ട വിധിയെഴുത്ത് നമ്മുടെ രാജ്യത്തിന് അത്ര നഷ്ടമുണ്ടാക്കി. ഇത് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ പോവുക. 2009 ഇതിന് സമാനമായൊരു സാഹചര്യം ഇവിടെയുണ്ട്. ആ വിലയിരുത്തൽ അതിൽ കോൺഗ്രസിനും BJPക്കും ബദലായൊരു മൂന്നാം മുന്നണി എന്ന ആശയം ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ സാധിച്ചില്ല. ഇപ്പോഴും അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. കാരണം കോൺഗ്രസിനും BJPക്കും ബദലായ ഒരു സർക്കാർ അല്ലെങ്കിൽ ബദലായ ഒരു സഖ്യ സർക്കാർ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലാണ് CPM മത്സരിക്കുകയും ഇടതുപക്ഷം മത്സരിക്കുകയും പ്രചരണം നടത്തുകയും ചെയ്യുന്നത്. അല്ല, ആ പ്രതീക്ഷയിലല്ല. അന്നത്തത് വേറെയാണ്. അന്നത്തെ വെച്ചാൽ കോൺഗ്രസും BJPയും ആ രണ്ട് പാർട്ടികളെ മാറ്റി നിർത്തി ഒരു മൂന്നാമത്തെ മുന്നണിക്ക് ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ കഴിയും എന്ന് CPIM പറഞ്ഞത് വസ്തുനിഷ്ഠമായിരുന്നു. 3 സംസ്ഥാനങ്ങളിലെ CPIMൻ്റെ കരുത്ത് മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ എന്ന വിശാലമായ രാജ്യത്തെ ആ നിലയിൽ നയിക്കാൻ നമുക്ക് സാധിക്കില്ല. ഒരു മുന്നണി ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യയിലെ മറ്റ് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ വലിയ ചാഞ്ചാട്ടത്തിന് വിധേയരാകുന്നവരാണ്. അതിനെ കാണേണ്ടതായിരുന്നു CPM. ആ വിമർശനമാണ് നമ്മൾ നടത്തിയത്. ഇന്നത്തെ അന്തരീക്ഷം അതല്ല. ഒരു ഹിന്ദുത്വ തീവ്രവാദ പാർട്ടി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നൊന്നുമില്ല. അത് ഇന്ത്യയുടെ എല്ലാ മൂല്യങ്ങളെയും തകർത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നത്തെ ഇന്ത്യയിലെ ഒന്നാമത്തെ ജോലി എന്താ? അതിനെ എന്ത് വില കൊടുത്തും തോൽപ്പിക്കുക എന്നുള്ളതാണ്. CPMൻ്റെ ഇപ്പോഴത്തെ ഒരു നിലപാട് വളരെ കൃത്യമാണ്. ഞങ്ങൾ 40-ഓ 50-ഓ സീറ്റിൽ മത്സരിക്കും. ബാക്കി ഇന്ത്യയിലെ എല്ലാ സീറ്റിലും BJPയെ തോൽപ്പിക്കാനുള്ള ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിക്ക് കൂട്ടി. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് വളരെയധികം നന്ദി.